literally snowing outside. I don't know if you guys can see, it's snowing outside. I can see the snowflakes. Let me try to catch a snowflake. I don't think I'll get one, but yeah, so good. Okay, so I am waking up to the first ever snowfall of my life. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് 7:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. ആൻഡ് ഐ തോട്ട് ഈ പുറത്തത്തെ വ്യൂ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഐ കാനോട്ട് എക്സ്പ്ലെയിൻ ഹൗ ഐ ഫീലിംഗ് റൈറ്റ് നൗ. ഞാൻ നോക്കിയപ്പോൾ കുട്ടി കുട്ടി സ്നോഫ്ലേക്സ്. ഇറ്റ്സ് സ്നോയിങ്. പക്ഷേ ഞാനൊരു സ്നോഫ്ലേക്ക് ക്യാച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു. ബട്ട് അത് വരത്തില്ല, കാരണം ടെമ്പറേച്ചർ അത്ര ഒരു ഇതായിട്ട് നിൽക്കുക. സി ഐ എം staying with my t-shirt and my shorts on. I don't care how cold it is. See, I'm trying to catch a snowflake, but കിട്ടത്തില്ല. See. അട്രാക്ഷൻസ് എനിക്കിവിടെ നോക്കിയാൽ കാണാം. അവിടൊരു ചർച്ച് ഉണ്ട്, എനിക്ക് പോകണം. ഒരു ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഉണ്ട്. അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഇറ്റ്സ് വെരി കൂൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഓടി അകത്ത് കയറി. ഭയങ്കര തണുപ്പുണ്ട്. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എത്രയും കയറത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 10 ഡിഗ്രി ഓർ 0 ഡിഗ്രിയിലൊക്കെയാണ് ചൂടുള്ളത്. എന്നിട്ട് ഓൾഡ് ട്രിബിലിറ്റി ഫുള്ള് കറങ്ങാൻ പോവാണ്. പ്ലസ് എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ട് നല്ല രീതിയിൽ. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാനിപ്പോൾ കുളിക്കത്തില്ല, രാവിലെ കുളിക്കുന്നില്ല. തണുപ്പാണ്. ഐ തിങ്ക് ഞാനിന്ന് നല്ല പോലെ ലെയറപ്പ് വേണ്ടി വരും. കാരണം എനിക്ക് ഒന്നാമത് തണുപ്പ് പറ്റിയ ആളാണ്. എൻ്റെ ഒരു ക്യാപ്പ് ഇല്ലാതെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പോകുന്ന വഴിക്ക് എപ്പോഴത്തേക്കും ഒരു ക്യാപ്പ് കിട്ടുകയാണെങ്കിൽ മേടിക്കണം, അല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ രാത്രി അങ്ങോട്ടേക്കും പോവാണ്, കുതിരയിലോട്ട്. അവിടെ ഇതിലും വലിയ തണുപ്പായിരിക്കും. അങ്ങനെ അപ്പം നമുക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ടിബിലിസിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ നൗ ദാറ്റ് ഐ ആം റെഡി, ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങത്തുള്ളൂ. പുറത്ത് സ്റ്റിൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്, സ്റ്റിൽ മഞ്ഞ് നല്ലപോലെ വീഴുന്നുണ്ട്. ഐ ക്യാൻ സീ ദ സ്നോഫ്ലേക്സ്. സോ അപ്പോൾ ഞാൻ പോയിട്ട് കഴിച്ചിട്ട് വരാം. ഐ വിൽ ഷോ യു ഗൈസ് അറൗണ്ട്. ഹോട്ടൽ അത്യാവശ്യം നീറ്റാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് വി ഹാവ് നോട്ട് മച്ച് ഓപ്ഷൻസ്, ബട്ട് യാ ദർ ഈസ് ചീസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണ് മെയിനായിട്ട്. ആൻഡ് മേ ബി വി ക്യാൻ മേക്ക് സം ടോസ്റ്റ് ആൻഡ് like potatoes and stuff like that. And if you want to take the cereals and everything, and dining is like another something. So this is like the breakfast. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക് പാക്ക് ഇവിടെ കീപ്പ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. സോ അവർ ഓക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ബാക്ക് പാക്ക് ഹെവി ആയിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ലൈക്ക് സോ അവർ പറഞ്ഞു ബാക്ക് പാക്ക് ഇവിടെ വെച്ചിട്ട് പോവാം, ലൈക്ക് റിസപ്ഷനിൽ ഓർ സംവെയർ. അപ്പം ഞാൻ സിറ്റിയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഓൾ സെറ്റ്. ഇനി നമുക്ക് ബാഗും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറങ്ങാൻ പോവാം. സോ ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് ഹോളി ട്രിനിറ്റി കാത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. സി ഞാൻ നടക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഓൾഡ് യൂറോപ്യൻ വില്ലേജിൽ കൂടെ നടക്കുന്നൊരു വൈബുണ്ട്. അവിടെ മുകളിൽ കേബിൾ കാറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഒരു
കിലോമീറ്റേഴ്സാണ് കത്തീഡ്രലിലോട്ട് നടക്കാനുള്ളൂ. സോ ഞാൻ നടക്കുവാണ്. എനിക്ക് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളും കൂടെ ആണ്, അതുകൊണ്ട് എനിക്കിത് വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഫൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുഡ്. ഓക്കെ, എനിക്ക് ഇവിടെ എന്താ പറയുക, ഞാനിങ്ങനെ ചുമ്മാ ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറേ ട്രാവൽ അഡ്വൈസ് കണ്ട സംഭവമാണ് ഇവിടുത്തെ സൾഫർ ബാത്ത്. വിസിറ്റ് ചെയ്യണമെന്ന് ആക്ച്വലി ഐ ഹാവ് നോ പ്ലാൻ. അത് വിസിറ്റ് ചെയ്യാൻ എനിക്കൊരിതില്ല. സൾഫർ ബാത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്യാൻ പോയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ നടക്കുന്ന ഏരിയ അതാണ് മെയിനായിട്ട്. അവിടെ ബോക്സ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൺ ദ വേ ടു ട്രിനിറ്റി ചർച്ചാണ്. അത് എൻ്റെ പുറകിൽ നല്ലൊരു റിവർ ഉണ്ട്. ഐ തിങ്ക് കുര റിവർ എന്നെന്തോ ആണ് അതിൻ്റെ പേര്. നല്ല രസമുള്ളൊരു റിവറാണ്. ആൻഡ് ഇത് നമുക്ക് ആക്ച്വലി ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട്. കണ്ടോ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം ആക്ച്വലി ആ ചർച്ചിലോട്ട് പോകാൻ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ടൊരു മോണ്യുമെൻ്റ് ഉണ്ട്, ഒരു സ്റ്റാച്ചു ഉണ്ട്. അതും നമുക്ക് ഹോപ്പ്ഫുള്ളി കാണാൻ പറ്റുമായിരിക്കും. നല്ല തണുപ്പുണ്ട് മക്കളെ, നല്ല തണുപ്പുണ്ട്. കേബിൾ കാറിൽ കയറണം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ആഗ്രഹമൊന്നും ഇല്ല. ബട്ട് നോക്കാം. ഇല്ല, പരിപാടി വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കേബിൾ കാർ ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ചെറിയ അവരുടെ ഒരു സ്ക്വയറിൻ്റെ എന്താ ഒരു ചെറിയൊരു സിറ്റി ആണ് ഇത്. ആക്ച്വലി ടിബിലിസി സിറ്റി എന്ന് ഞാൻ തോന്നുന്നു. ബട്ട് ഓൾഡ് ടിബിലിസിയിലെ ടൗൺ ആണ്. ഒരു ക്യൂട്ട് ബോയ് പോകുന്നത് കണ്ടോ. ഹായ്. വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ആണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഒരു 1995 to 2004 ടൈം ഫ്രെയിമിനകത്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ആൻഷ്യൻ്റ് ആയിട്ടുള്ള ചർച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഭയങ്കരമായിട്ട് പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ തരുന്നൊരു ചർച്ചായിരുന്നു കേട്ടോ ഇത്. ഞാൻ കുറച്ചധികം നേരം ഈ പള്ളിക്കകത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. I'll be moving to my next spot, which is നമുക്ക് അവിടെ അടുത്ത് മദർ ഓഫ് ജോർജിയയുടെ സ്റ്റാച്ചു ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ ഇവിടെ നല്ല വ്യൂ ആണ്. ഫുൾ ജോർജിയ നമ്മളിപ്പോൾ ഉള്ളത് ജോർജിയയുടെ തന്നെ കുറച്ച് ക്യൂട്ടായിട്ട് കുറച്ച് സ്ട്രീറ്റ്സ് ഉണ്ട് ഇവർക്ക്. അവിടെ മോസ്റ്റ്ലി എല്ലാം കഫേസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 12 o'clock ആയിട്ട് അവരുടെ കൂടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഷാർദേനി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റാണ്. നല്ല ക്യൂട്ടായിട്ട് അത്യാവശ്യം ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ അധികം ഫുള്ള് കഫേസാണ്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓൾമോസ്റ്റ് ലൈക്ക് 12 o'clock മാസം കൊഴിയുന്നു. ഓക്കെ, 12 o'clock എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, സോ പ്രിറ്റി. എനിക്ക് ആക്ച്വലി ഒരു കോഫി വേണമായിരുന്നു. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഡങ്കിൻ കണ്ടു. ഞാൻ ലോക്കൽ കഫേസ് ഒന്നും എനിക്ക് ഇത്ര ട്രസ്റ്റ് വർത്തി അല്ല. കാപ്പിക്ക് ഒത്തിരി കിടപ്പും കൂടെ ഞാൻ കുടിക്കത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ എനിക്ക് തോന്നണം ഡങ്കിൻ അങ്ങനെ പോയിട്ട് എൻ്റെ സ്ഥിരം കോഫി കുടിക്കുന്നതായിരിക്കും നല്ലത്.
സോ ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒത്തിരി നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ഡങ്കിൻ. അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇവിടുത്തെ സ്ട്രീറ്റ്സ് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് സ്ട്രീറ്റ്സാണ്, ലോക്കൽ ഷോപ്സും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ചെറുതായിട്ട് നല്ല സ്നാക്ക് ചെയ്താലും കൊള്ളാമെന്നുണ്ട്. യെസ്, അപ്പോൾ ഞാൻ എൻ്റെ കോഫി കിട്ടി. എനിക്ക് ഐ എം സോ ഹാപ്പി. നല്ല ചൂടുണ്ട്. ഓൾസോ എനിക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് മഫിൻ ഓൾസോ പറഞ്ഞു. സോ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, എക്സ്ക്യൂസ് മീ, വാ. ഓക്കെ, ദ ക്യാറ്റ് ഈസ് പിസ്ഡ് അറ്റ് ഇറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ പോകാൻ പോണത് ഇറ്റ്സ് ലൈക്ക് പീസ് ബ്രിഡ്ജ്. പീസ് ബ്രിഡ്ജ് ആണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല, ഇപ്പം 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഞാനിപ്പോൾ നടക്കാൻ പോവാണ്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ഒന്നും അല്ല പീസ് ബ്രിഡ്ജ് കാണാൻ. ബട്ട് ഈവൻ ദോ എല്ലാവരും പോകുന്നൊരു കോമൺ സ്പോട്ട് ആയതുകൊണ്ട് എന്തായാലും പിന്നെ ഇവിടെ അടുത്തുമാണ്. സോ എനിക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഇല്ല, ഇവിടെ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബോട്ട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതിനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പീസ് ബ്രിഡ്ജ്. ലൈക്ക് ഒരു മോഡേൺ ആർക്കിടെക്ചർ സംഭവം. ഇവിടെ പറഞ്ഞ കുര റിവർ എന്ന് പറഞ്ഞിട്ടുള്ള റിവറിൻ്റെ മുകളിൽ കൂടെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടും ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ തണുത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പീസ് ഓഫ് ബ്രിഡ്ജ് ഓഫ് പീസ്, അതാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. അടുത്തത് മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു സ്റ്റാച്യു ഉണ്ട്. ചുമ്മാ അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി കാണാം, പക്ഷെ അതിൻ്റെ മുകളിൽ പോയി നിന്ന് കണ്ടാലാണ് അതിൻ്റെ കംപ്ലീഷൻ വരത്തുള്ളൂ. സോ ഇതാ ഇവിടുന്ന് ഐ തിങ്ക് യു കെൻ സീ ഒരു ടൈനി ബിറ്റ് പോലെ മുകളിൽ കാണാമല്ലോ, അതാണ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്യു. സോ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കിവിടെ ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ ഇത് നടക്കുവാണെങ്കിൽ ഇത് ഓൺ ദ വേ ആണ്. മദർ ഓഫ് ജോർജിയ സ്റ്റാച്യൂൻ്റെ ടാക്സി പാക്ഡാണ് കഫേസായിട്ട്. താങ്ക് യു. സോ ഇവിടുത്തെ സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ട്രീസ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും ഒരു നല്ല വൈബുള്ള സ്ഥലം. ഐ മീൻ ഒറ്റക്കായ കൊണ്ടാണെന്ന് അറിയത്തില്ല, ഇറ്റ്സ് വെരി പീസ്ഫുൾ ആൻഡ് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയൊരു സ്ഥലം, റൈറ്റ്? എന്താ പറയുക, ഇതൊക്കെ സത്യം പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് ക്ലിയർലി ഓൾഡ് ടിബ്ലിസിയുടെ മേജർ പാർട്സാണ്. ഇപ്പോൾ ബിൽഡിങ്സ് ആയാലും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഭയങ്കര പഴയ ബിൽഡിങ്സും സംഭവങ്ങളൊക്കെയാണ്. ഞാൻ നോക്കിയിട്ട് ടൂറിസ്റ്റുകൾ ഈ ഏരിയയിൽ കുറവാണ്. യെസ്, ഉണ്ടാവും, പക്ഷേ എന്നെപ്പോലെ ഇങ്ങനെ നടന്ന് പോകുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു കുറവാണെന്ന് തോന്നുന്നു. എനിവേസ്, ഇവൻ ബിൽഡിങ്സൊക്കെ കണ്ടാലും സൂപ്പർ എസ്തെറ്റിക്, ഒന്നും പറയുന്നില്ല. ഗൈസ്, നമുക്ക് ചെറുതായിട്ട് പണി കിട്ടി തോന്നുന്നുണ്ട്. എല്ലാവരും ആ കാണുന്ന സ്റ്റെപ്പ് വലിഞ്ഞ് കയറുന്നുണ്ട്. എനിക്കാണ് ഓൾറെഡി വേദന എടുക്കുന്നത്. ഞാനിതിന് ഇപ്പം നടന്ന് കയറി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഹോപ്പ്ഫുള്ളി പോകുന്ന സ്ഥലം വേർത്താണെന്ന് വിചാരിക്കാൻ. സ്റ്റെപ്സ് അധികം ഉണ്ടെന്നല്ല, ഭയങ്കര സ്റ്റീപ്പാണ് ഗൈസ്, ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പം വിഷ്മയിലൊക്കെ ഞാൻ ക്ലൈം ചെയ്യട്ടെ. ഓക്കെ, ഇത് ലൈക്ക് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പാണ്. വഴി തിരിച്ചു പോകാൻ ഉണ്ടാവുമോ എന്തോ. സ്റ്റേഴ്സ് കയറുന്നതിൻ്റെ ഇടയിൽ
നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഫേസും കുഞ്ഞു കുഞ്ഞു സോനിയർ ഷോപ്സൊക്കെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനിയും മുത്തി കയറാനുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് കയറി കയറി ഞാൻ കുറച്ച് എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല ഗൈസ്. ഇനിയും മുകളിലേക്ക് കയറാനുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ്, കുറച്ചുകൂടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കാം. പിന്നെ റോഡ് പൂച്ചലവ് ഡെയർ ഇവിടെ കുറേ പൂച്ചകളുണ്ട്. ഓക്കെ, ലൈക്ക് ഇതാ റോട്ടിൽ പെട്ടു. സി, സോ ഇഫ് യു ആർ എ പൂച്ച ലവർ യു വിൽ ലൈക്ക് ഇറ്റ്. കുറേ പൂച്ചകളുണ്ട് ഇവിടെ ആൻഡ് ദേ ആർ സോ ഫ്രണ്ട്ലി ആസ് വെൽ. ഐ നോട്ട് എ ക്യാറ്റ് പേഴ്സൺ. എനിക്ക് പൂച്ചകൾ ഇഷ്ടമല്ല. നോ ഓഫൻസ്, ബട്ട് കണ്ടോ, ദ വ്യൂ ഫ്രം അപ്പ് ഹിയർ ഈസ് അടിപൊളി. കുറേ ഇപ്പം നമുക്ക് എന്താ പറയുക, നല്ലൊരു ഹാങ് ഔട്ട് സ്പോട്ടാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. സംഹൗ അവർ ഈ സ്ഥലം ഒത്തിരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ മീൻ വെൽ മെയിൻറ്റെയിൻഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ നല്ലൊരു സ്പോട്ട്, വ്യൂ പോയിൻ്റ് ആണ്. യു ക്യാൻ ഹാവ് എ ഹോൾ ലുക്ക് അറ്റ് ജോർജിയ സിറ്റി, ഐ മീൻ ടിബിലിസി സിറ്റി. യെസ് ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കുറ്റബോധം എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? അതാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ എത്ര ഹൈറ്റിലൊക്കെ എത്തിയെന്ന് അറിയത്തില്ല. ഓൾസോ സ്റ്റെയർസ് ആയിരുന്നു. ചിന്നത്തകളുടെ കാർഡിയോ ആയിട്ടുണ്ട്. ആൻഡ് യെസ് മക്കളെ, ഈ മേടിച്ചത് മാത്രം ഓർത്തിയ അതുകൊണ്ട് നിൽക്കുന്നു. സോ ദിസ് വാസ് അവർ അതർ ഡെസ്റ്റിനേഷൻ. ഞാൻ കുറച്ച് നേരം ബ്രത്ത് ക്യാച്ച് ചെയ്തിട്ട് അടുത്ത വീട്ടിൽ ക്ലോസർ ലുക്ക് എടുക്കാം. തലയുടെ മുകളിൽ കാണുന്ന ഇതാണ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, രക്ഷയില്ല കേട്ടോ. സ്റ്റെപ്സ് കയറിയതിന് കുഴപ്പമൊന്നുമില്ല. എനിക്കിതിൻ്റെ പുറത്തുള്ള സ്റ്റോറി സത്യം പറഞ്ഞത് അറിയില്ല. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഇവിടെ നിന്നുള്ള ടിബിലിസി സിറ്റിയുടെ ഒരു വ്യൂ എന്ന് പറയണത്. നല്ല രസമുണ്ട്. ഓൾസോ നല്ല കാറ്റുണ്ട്. ഇതാണ് അപ്പം ടിബിലിസി സിറ്റി. ഇതാണ് മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു. ഇതാണ് എൻ്റെ സറൗണ്ടിങ്സ് എല്ലാം. വരുന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമുള്ള വ്യൂ ആണ്. മൗണ്ടെയിൻ ഏരിയ ആണ് ചെറുതായിട്ട്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. Gidebilirsin inşallah abi. Sağlık sohbet inşallah. അവിടെ ഇങ്ങനത്തെ കുറേ പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. ഫാൽക്കൺസിനൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. Where are you from? India. Hyderabad, India. Sultan Raj Kapoor. Ah, you know him? We're going in the cable car. ഓക്കെ, അപ്പം കേബിൾ കാർ എടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കേബിൾ കാർ തന്നെയാണ് കൈ താഴേക്ക് വന്നത്. എനിക്കല്ലാതെ നടന്ന് താഴേക്ക് ഇറങ്ങാനുള്ള എനർജി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കേബിൾ കാർ എടുത്തു. ആക്ച്വലി 1 വേ ആയിരുന്നു എടുത്തത്. നമുക്ക് അവിടുന്ന് ലൈക്ക് 1 വേ ഓർ 2 വേ നമുക്ക് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതൊരു കാർഡ് ആക്ച്വലി വേണമായിരുന്നു. അപ്പം 7 ലാരി എത്രയായിട്ടുള്ളൂ ആ കാർഡും പ്ലസ് 1 വേ ട്രിപ്പും കൂടെ. ആൻഡ് ഓൾസോ വൺ തിങ് ഐ ഷോ യു. അധികം ടെംപ്റ്റ് ചെയ്യുന്ന 4 കഥാപാത്രങ്ങളാണ് ആ പോകുന്നത്. കണ്ടോ, എനിക്ക് അവരെ കളിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ
Come. Are you coming? What do you want? No? Okay, he's not interested. Oh my god, he's coming. Oh my god, Lord. Hello. Hello. How are you? How are you, baby? You don't have anything, okay? Look how cute he is. Guys. Look at him. Are you coming? No? He is so cute. പുള്ളിയുടെ കൂടെ കുറച്ച് സിബ്ലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അവരപ്പുറത്താണ്. ഇവരൊരു 4 ആളുണ്ട്. He's not interested. എനിക്ക് ഇവിടുത്തെ സ്ട്രേ ഡോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഓക്കെ, ദേ ആർ ഓൾസോ ക്യൂട്ട്. പക്ഷേ ഇവർ ഭയങ്കര ഫ്ലഫി ആൻഡ് ചബ്ബി ആയിട്ടിരിക്കുന്ന ടീംസാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദെയർ മദർ. ആൻഡ് പുള്ളിക്കാരി ഇവരൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുവാണ്. എനിവേ പുള്ളി പോയി. ഓക്കെ, സോ ദാറ്റ് മെയ്ഡ് മൈ ഡേ. Cheeky puppies. ഞാൻ മേ ബി ഇവിടെ ഒരു 1 hour ഇങ്ങനെ തന്നെ ഇവന്മാരെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കും വേണമെങ്കിൽ കേട്ടോ. അത് ഹംഗ്രി ആയിട്ടോ, അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ട്. ടോൺ ആൻഡ് ഹീസ് ഈറ്റിംഗ് ഒക്കെ. ലെറ്റ്സ് നോട്ട് ഡിസ്റ്റർബ് ദം. ഇവർക്കൂടെ കുഞ്ഞ് കേജ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഹലോ 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 ഹലോ. വേറെ കഥാപാത്രമുണ്ട്. സി انا نفس كيف برو انا نفس كيف برو نفس وار 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 ايه ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. വേറെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പർട്ടിക്കുലർ സ്പോട്ടൊന്നും ഇല്ല. ഓൾഡ് തിബ്ലീസ് ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഞാൻ വിചാരിക്കണത് അവിടെ റൂമിൽ പോയിട്ട്, റൂമിലല്ല, ലൈക്ക് എൻ്റെ ബാഗൊന്ന് കളക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഡിഡുബേ എന്നാണ്, ഐ തിങ്ക് ദാറ്റ്സ് എ പ്രൊനൗൺസിയേഷൻ. ഡിഡുബേ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനിയിട്ട് കേട്ട ഇവരുടെ ഒരു മിനി ബസ് സെറ്റപ്പ് ഉണ്ട്. ഒരു അത് അവിടുന്ന് ഒരു എടുത്തിട്ട് നമുക്ക് ഗുരുവായൂരിൽ പോകണം. സോ ദാറ്റ്സ് ദ പ്ലാൻ. ഓക്കെ, ഇപ്പം ഞാൻ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു കുഞ്ഞ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നല്ലൊരു കോസി പ്ലേസ്. കാല് വരച്ചിട്ടിരുന്നതാണ് ഗൈസ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചൊന്നുമല്ല. ഇങ്ങോട്ടേക്ക് വരുന്നല്ല, പക്ഷെ ഓൺ ദ വേ ആണ്. സോ ഞാൻ കാല് വരച്ച് ചുമ്മാന്നിരിക്കുക. വയ്യാതായി. ഞാനിവിടെ ഒരു ഷോപ്പിൽ വന്നിട്ട് എനിക്ക് ക്യാപ്പ് വേണം. സോ ഐ ബോട്ട് എ ക്യാപ്പ്. ആൻഡ് ഇവിടെ കുറേ സാധനമായിരുന്നു. ഞാൻ ക്യാപ്പ് മേടിച്ചു, പ്ലസ് ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. എനിക്ക് വേണമായിരുന്നു. പിന്നെ സാഡ് തിങ്, ഇവർ നമുക്ക് ഡിസ്കൗണ്ട് തരത്തില്ല ഗൈസ്. ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു, പക്ഷേ നോ, ദർ നോട്ട് ഗിവിങ്. സോ ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് മാഗ്നറ്റ് മേടിച്ചിട്ട് ഇറങ്ങി. പ്ലസ് ഈ ക്യാപ്പും മേടിച്ചു. ഇനി ഞാൻ നേരെ റൂമിലല്ല, ഐ മീൻ ഹോട്ടലിൽ പോയിട്ട് ബാഗ് പാക്ക് ചെയ്യണം. സോ യെസ്, എൻ്റെ പുതിയ ക്യാപ്പ് കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ നടക്കാണ്. ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിലേക്കുള്ള വഴി ഇച്ചിരി കയറ്റമാണ്. കണ്ടോ, നമ്മളിങ്ങനെ കയറ്റം കയറി പോകണം. ഞാൻ വിചാരിച്ചതൊരു 3 മണി ഓർ 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോയാൽ മതി എന്നാണ്. പക്ഷേ വെതർ വെച്ചിട്ട് തണുപ്പാണ്, മഞ്ഞ് വീഴുന്നുണ്ട്. സോ പെട്ടെന്ന് ഇരുട്ടാവും. ഡേ ടൈം കുറവായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി ലേറ്റ് ആവാണ്ട് നമുക്ക് ഗോദാവരിയിലേക്ക് പോവാം. കാരണം ഞാൻ പറഞ്ഞ പോലെ മിനി ബസ് പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി വെതർ കണ്ടീഷൻസ് നമുക്ക് അലമ്പാവാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ചിലപ്പോൾ നേരത്തെ പോകാൻ വിചാരിച്ചത്. അപ്പോൾ ഇവിടെ എത്തി ബാഗ് എടുത്ത് ടാക്സി എടുത്തിട്ട് പോകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ടൈം ആവും. ഓക്കെ, സോ ഹിസ് ഫോളോയിങ് മീ.
അപ്പോൾ അതിന് ഇന്നത്തെ ദിവസം നമ്മൾ മൈൻഡപ്പ് ചെയ്യാറായിട്ടില്ല. ഞാൻ ബസ് സ്റ്റേഷനും കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഇവിടുന്ന് എന്തായാലും നമുക്കൊരു ബോൾട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഐ തിങ്ക് ഒരു 21 മിനിറ്റ്സ് സംതിങ് ഉണ്ട്. അപ്പോൾ ബോൾട്ട് ത്രൂ ആണ് പോവുള്ളൂ. എനിക്കറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സ്നോ വരുന്നുണ്ട്. ഇറ്റ്സ് സ്നോയിങ്. അപ്പം ഞാനിപ്പോൾ ഗുദാവരിയിലോട്ടുള്ള മിനി ബസ് പിടിച്ചേക്കുവാണ്. നോർമൽ പ്ലേസസിൽ പോകുന്ന പോലെ വലിയ ബസ്സല്ല, ആക്ച്വലി കുറച്ച് ആൾക്കാർ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സംഭവമാണ്. 40 ലാരിയാണ് ചാർജ് പറഞ്ഞത്, ബിക്കോസ് അവിടെ സ്നോവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സോ വേറെ വഴിയില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 4 or 5 പീപ്പിൾ ആകുമ്പോഴത്തേക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത്. So that's it. സോ ഗൈസ്, നമ്മൾ എത്തി. നല്ല കട്ടയായ മഞ്ഞ് വീഴ്ചയുണ്ട് കേട്ടോ. മഞ്ഞുണ്ട് ഇവിടെ നിറച്ച്. ആൻഡ് ഐ ക്യാൻ റാൻഡംലി ഗ്രാബ് സം സ്നോ. സോ ഗൈസ്, ഞാൻ ആക്ച്വലി ഫ്ലാറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇതിൽ കുക്കിങ്ങിനും ഫുഡിനും സാധനങ്ങളൊന്നുമില്ല. സോ ഐ ജസ്റ്റ് കാർ ഇവിടെ നിയർ ബൈ ഒരു 1 മിനിറ്റിൽ ഉണ്ടായിരുന്നു. സോ സാധനങ്ങൾ മേടിച്ച് റൂമിൽ പോവാണ്. വാട്ടർ ആൻഡ് ബേസിക് ഈസി കുക്കിംഗ് സ്റ്റഫ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസൊക്കെയാണ് മേടിച്ചേക്കണത്. നോക്കാം. സോ മക്കളെ, ഞാൻ റൂമിൽ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. ആക്ച്വലി ഇതൊക്കെയാണ് വാഷ്റൂം. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. സോ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡായിരുന്നു. സോ ഞാൻ ഓടിപ്പോയിട്ട് കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ റൂം കുറച്ച് മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. ഞാൻ എല്ലാം വന്ന് വലിച്ച് വരിയിട്ടേക്ക് വേണമെന്ന് വിചാരിക്കരുത്. ഇത് ആക്ച്വലി നല്ലൊരു അടിപൊളി റൂമാണ്. ഐ മീൻ, ഇത് ആക്ച്വലി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. ഗുദാവരി ലോഫ്റ്റ് 2-ൽ 504 ആണ് ഇത് കേട്ടോ. നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഇൻക്ലൂഡിങ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം, ലൈക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈവൻ ഇഫ് യു വോണ്ട് ടു കുക്ക്, ദേ ഹാവ് പ്രൊവൈഡഡ്. ഇവിടെ ഫ്രിഡ്ജുണ്ട്, സ്റ്റൗ ഉണ്ട്, ആൻഡ് കട്ടിംഗ് ബോർഡ്, പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദർ ഈസ് മൈക്രോവേവ് ആൻഡ് അങ്ങനത്തെ പരിപാടി സാധനങ്ങളൊക്കെ ഉണ്ട്. ദർ ഈസ് നല്ലൊരു ചെറിയൊരു ഡൈനിങ്. ഇത് ആക്ച്വലി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ ഹ്യൂജ് ബെഡ്. പിന്നെ എന്താ, ലൈക്ക് യെസ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ ഈ റൂം എടുത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. ദർ ഈസ് എ ബാൽക്കണി. ഓക്കെ, സോ ദിസ് ഈസ് ദ ബാൽക്കണി ആൻഡ് ദർ ആർ ചിൽഡ്രൻ പ്ലേയിങ് ഔട്ട്സൈഡ്. ആൻഡ് ഇവിടെ അടിപൊളി ഒരു വ്യൂ ഒക്കെ ഉണ്ട് സംഭവങ്ങളും. നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തതാണ്, കാരണം രാത്രിയാണല്ലോ. നാളെ രാവിലെ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു വ്യൂ പ്രതീക്ഷിക്കാം. അങ്ങനെ നല്ല തണുപ്പുണ്ട്. അതിനകത്ത് വരട്ടെ. ഐ ബ്രോട്ട് ദിസ്, എന്താ പറയുക, എന്തോ സം കൈൻഡ് ഓഫ് റൈസ്. ഐ ഡോണ്ട് നോ നല്ലതാണെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ മൈക്രോവേവബിൾ ആണോ? ഇസ് ഇറ്റ് മൈക്രോവേവബിൾ? റൈസ് ഒന്നും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. സോ ദാറ്റ്സ് വൺ തിങ്. ഹായ്. സോ മീൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫ്രഷ് ആയിട്ട് പോലില്ല ഗൈസ്, ഞാൻ ഫ്രഷ് ആയിട്ട് പോലില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഇതെന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ. ഓക്കെ, ഇതൊരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇത് കാണുന്നത്. ഐ മീൻ, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ, പക്ഷേ ഓക്കെ. സോ നമുക്ക് കഴിക്കാം. ചൂടായോ ഗൈസ്? ചൂടായെന്ന് വിചാരിക്കുന്നു. സം കൈൻഡ് ഓഫ് ചിക്കൻ റൈസ് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഹൊറിബിൾ. എനിക്കറിയാമായിരുന്നു ഇന്നത് പ്രദേശമാണെന്ന് കൊള്ളത്തില്ലാന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ, വിശക്കുന്നുണ്ട്. സോ കഴിച്ചെടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ കഴിച്ചിട്ട് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ്
ഫിനിഷായി. ഇനി എനിക്ക് കുറച്ച് നേരം എൻ്റെ ലേസി ടൈമാണ്. നമ്മളെ പ്രഷർ ചെയ്യരുത് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. റിലാക്സ് ആവുന്ന സമയത്ത് റിലാക്സ് ആവുക. സോ എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, ലൈക്ക് പുറത്തിറങ്ങണം, എന്തെങ്കിലുമൊക്കെ കാണണം എന്ന്. പക്ഷേ ഐ തോട്ട് എനിക്ക് ഇന്നെന്തോ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നി, മടി പിടിച്ചിട്ട്. സോ യെസ്, ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുക റൂമിനകത്ത്. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരു അരമണിക്കൂറിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ ക്യാൻഡിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കോമഡീസ്, ക്യാൻഡിൽ കത്തിക്കാനുള്ള ഐറ്റം, ഐ മീൻ ലൈറ്ററുള്ള അത് ഒരു പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് കൊടുത്തൊരു പ്രോമിസാണ് ബർത്ത്ഡേക്ക് സ്നോ കാണിച്ച് തരാം എന്നുള്ളത്. ബെറ്റർ തിങ്, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ ചെയ്യാം. ഇഫ് അതിന് ഉള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഓൾസോ എനിക്കിന്ന് 2 സോനിയാസ് ആണ് ജോർജിയ എന്ന് കിട്ടിയിട്ടുള്ളത്. ദിസ് ഈസ് ഫ്രം തിബ്ലീസി. ഞാൻ മേടിച്ച ക്യാപ്പ് നേരത്തെ കാണിച്ചു തന്നായിരുന്നു. ഇറ്റ്സ് എ ക്യൂട്ട് ലിറ്റിൽ ക്യാപ്പ്. ഐ മീൻ കൊള്ളാം, മോശമൊന്നുമില്ല. കണ്ടേ, ജോർജിയ എന്ന് കിട്ടിയിട്ടുണ്ട്. സി ഓൾസോ ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചായിരുന്നു. അത് ഇതാണ്. ദിസ് ഈസ് റിട്ടൺ എന്താണ്, തിബ്ലീസി ജോർജിയ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവം. ഓക്കെ, സോ യാ, അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ നമുക്ക് അടിപൊളി വ്യൂ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് ഈ റൂം എടുത്തേക്കുന്നത്. 2 നൈറ്റിലോട്ട് നമുക്ക് വന്നേക്കണ ചാർജസ് ലൈക്ക് 750 ലാരി. അത് ക്യാഷ് ആയിട്ട് പേ ചെയ്യണം. അതായത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പം ലൈക്ക് എയർ ബി എൻ ബി എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ലിസ്റ്റഡ് ഇൻ എയർ ബി എൻ ബി. ഉണ്ടാവുമായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്കിത് കിട്ടിയത് ഫ്രം booking.com ആണ്. അത്യാവശ്യം നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ട്, പിന്നെ ഫോട്ടോസും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. സോ എൻ്റെ ഓണർ ആക്ച്വലി എനിക്ക് വാട്സപ്പ് ചെയ്തായിരുന്നു. സോ അവരുടെ ഒരു സ്റ്റാഫ്, ഒരു ക്ലീനിങ് ലേഡി, പുള്ളിക്കാരിയാണ് വന്ന് ക്യാഷ് കളക്ട് ചെയ്തത്. സോ 2 നൈറ്റ്സിലോട്ട് ഞാൻ പേ ചെയ്തു 750 ലാരി. അത് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 980 സംതിങ് ദിറംസ് വരുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ നോ, മണി ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിലും നമ്മളിങ്ങോട്ട് സ്പെൻഡ് ചെയ്യാണ്. ലൈഫിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പൈസ ഇല്ലാതെ, പണം വരും പോവും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ എടുത്ത റൂമാണ്. നല്ല ഭയങ്കര കംഫർട്ടബിൾ റൂമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്ക് ഗൈസ്, ഇവിടെ മുകളിൽ ലൈറ്റ് ഉണ്ട്, കണ്ടോ? വൈബ് റൂമാണ്. പിന്നെന്താ, ഇവിടെ കുഞ്ഞു കുഞ്ഞ് സ്നോ ഗ്ലോബ് ഒക്കെ ഉണ്ട്. കുട്ടി സ്നോ ഗ്ലോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് റൂമിൻ്റെ ഡീറ്റെയിൽസ്. നാളത്തെ ഹോൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ലൈക്ക് സാറ്റർഡേ മോർണിംഗ് ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് പോവുക. തിരിച്ച് പോണ പ്ലാൻ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എവിടെ നിന്ന് വണ്ടി കിട്ടും, എങ്ങനെ പോകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഐ ഹോപ്പ് ഇങ്ങോട്ട് വന്ന മിനി ബസ് പോലത്തെ എന്തെങ്കിലും വഴിന്ന് കിട്ടും. സോ ഇങ്ങോട്ട് വന്ന വഴിയിൽ എനിക്ക് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോ പാസഞ്ചർ, ഒരു ലേഡി ഉണ്ടായിരുന്നു. ഷീസ് ജോർജിയൻ ആൻഡ് ഇംഗ്ലീഷ് അറിയായിരുന്നു പുള്ളിക്കാരിയൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു തിരിച്ചെങ്ങനെയായിരിക്കും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ആ നിർത്തിയ ഏരിയ തന്നെ മിനി ബസ് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ടിബ്ലീസിൽ ഇന്നത്തെ ഹോൾ ഡേ വാസ് ഓക്കെ. എന്താ പറയുക, അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നടന്നിട്ട് ഉപ്പാട് വന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ആ മദർ ഓഫ് ജോർജിയ ഒക്കെ അവിടെ എത്ര നടന്ന് കയറിയെന്ന് അറിയാമോ. പക്ഷേ ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ് ഇൻ ദി എൻഡ്. എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആണ്. എല്ലാം നമുക്ക് പുതിയ എന്താ പറയുക, ഓരോ ലെസൺസ് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇനിയപ്പം നാളെ രാവിലെ എണീറ്റിട്ട് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഫുള്ള് മഞ്ഞിൽ കളിയായിരിക്കും നാളെ, ഐ ഹോപ്പ്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പം ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഓൾസോ ഹാപ്പി ബർത്ത്ഡേ ടു മീ.